H1B വിസയോടുള്ള അമേരിക്കൻ പൗരന്മാർ പ്രത്യേകിച്ച് തീവ്ര വലതുപക്ഷത്തുള്ളവരുടെ വിരോധം പലപ്പോഴും വാർത്താ തലക്കെട്ടുകളിൽ നിറയുന്നതാണ്. H1Bയിലൂടെ രാജ്യത്തെത്തുന്ന വിദേശികൾ അമേരിക്കൻ പൗരന്മാരുടെ ജോലി തട്ടിയെടുക്കുന്നു എന്നാണ് ഇക്കൂട്ടരുടെ ആരോപണം. ഇതിനിടെ അടുത്തിടെ പുറത്തുവന്ന ഒരു പഠന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ H1B വിസ പ്രോഗ്രാമിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച് അവർ വീണ്ടും എത്തിയിരിക്കുകയാണ്. അമേരിക്കയിലെ വീടുകൾ കുടിയേറ്റക്കാർ വാങ്ങിക്കൂട്ടുന്നത് സംബന്ധിച്ച പഠന റിപ്പോർട്ടാണ് ഇപ്പോഴത്തെ വിമർശനങ്ങൾക്ക് കാരണം. അമേരിക്കയിൽ വീട് സ്വന്തമാക്കുക എന്ന സാധാരണക്കാരന്റെ സ്വപ്നത്തിന് വിദേശ നിക്ഷേപകർ വെല്ലുവിളിയാകുന്നു എന്ന തരത്തിലുള്ള പുതിയ പഠന റിപ്പോർട്ടാണ് ശ്രദ്ധ നേടിയിരിക്കുന്നത്. ഫൗണ്ടേഷൻ ഫോർ ഗവൺമെന്റ് അക്കൗണ്ടബിലിറ്റിയാണ് ഹൗ ടു സ്റ്റോപ്പ് ഫോറിൻ ബയേഴ്സ് ഫ്രം കില്ലിംഗ് ദി അമേരിക്കൻ ഡ്രീം ഓഫ് ഹോം ഓണർഷിപ്പ് എന്ന തലക്കെട്ടോടെ റിപ്പോർട്ട് തയ്യാറാക്കിയത്. 2024 ഏപ്രിൽ മുതൽ 2025 മാർച്ച് വരെയുള്ള കാലയളവിൽ വിദേശികൾ 78,000-ലധികം വീടുകൾ അമേരിക്കയിൽ വാങ്ങിക്കൂട്ടിയെന്ന റിപ്പോർട്ടിൽ പറയുന്നു. ഏകദേശം $56 ബില്യൺ ഇക്കാലയളവിൽ വിദേശ നിക്ഷേപകർ വീട് വാങ്ങാനായി ചെലവഴിച്ചത്. ഇത് മുൻവർഷത്തേക്കാൾ 33% കൂടുതലാണ്. അമേരിക്കയിലെ മധ്യവർഗ കുടുംബങ്ങൾക്കും യുവാക്കൾക്കും വിദേശ നിക്ഷേപകരുമായി വീട് വാങ്ങുന്ന കാര്യത്തിൽ മത്സരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് റിപ്പോർട്ട് ഉയർത്തുന്ന പ്രധാന ആശങ്ക. വിദേശികളിൽ പകുതിയോളം പേരും പണം മുഴുവനായി ഒറ്റത്തവണ നൽകിയാണ് ഇടപാടുകൾ ഉറപ്പിക്കുന്നത്. എന്നാൽ അമേരിക്കൻ പൗരന്മാരിൽ വെറും 29% പേർക്ക് മാത്രമാണ് ഇത്തരത്തിൽ പണം നൽകാൻ സാധിക്കുന്നത്. ആദ്യമായി വീട് വാങ്ങുന്ന അമേരിക്കക്കാരിൽ 8% പേർക്ക് മാത്രമാണ് ഈ ശേഷിയുള്ളതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ചൈനീസ് പൗരന്മാരാണ് അമേരിക്കയിൽ വീട് വാങ്ങുന്ന വിദേശികളിൽ ഒന്നാമതുള്ളത്. കഴിഞ്ഞ വർഷം $13.7 ബില്യൺ ഇവർ അമേരിക്കൻ വീടുകൾക്കായി ചെലവഴിച്ചത്. തൊട്ടു പിന്നാലെ കാനഡ $6.2 ബില്യൺ, മെക്സിക്കോ $4.4 ബില്യൺ എന്നീ രാജ്യങ്ങളുമുണ്ട്. പട്ടികയിൽ 4ാം സ്ഥാനത്തുള്ള ഇന്ത്യക്കാർ $2.2 ബില്യൺ വീട് വാങ്ങാനായി ഉപയോഗിച്ചതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. വിദേശികൾ വാങ്ങുന്ന വീടുകളിൽ 60%-ലധികവും വാടകയ്ക്ക് നൽകാനോ അവധിക്കാല വസതികളായോ ആണ് ഉപയോഗിക്കുന്നതെന്നും റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ട് പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ വിദേശികൾക്കെതിരായ വികാരം ശക്തമായിട്ടുണ്ട്. പ്രത്യേകിച്ച് H1B വിസ ഉടമകളെയും ഇന്ത്യൻ വംശജരെയും ലക്ഷ്യം വെച്ചുള്ള കടുത്ത വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട്. എക്സിൽ ഒരാൾ പങ്കുവച്ച പ്രതികരണം ഇങ്ങനെയാണ്: ഇത് സത്യമാണ്. നോർത്ത് ടെക്സസിലെ പുതിയ വീട് വിൽപ്പനയിൽ ഭൂരിഭാഗവും മിഡിൽ ഈസ്റ്റേൺ വംശജരും ഇന്ത്യക്കാരുമാണ് വാങ്ങിക്കൂട്ടുന്നത്. അയൽപ്പക്കങ്ങൾ മുഴുവനും വിദേശ രാജ്യങ്ങൾ പോലെ തോന്നിക്കുന്നു. എനിക്കിത് അറിയാം, കാരണം ഞാൻ അത്തരമൊരു പ്രദേശത്താണ് താമസിക്കുന്നത്. എനിക്ക് ചുറ്റുമുള്ള എല്ലാ അയൽപ്പക്കങ്ങളിലും ഞാനിത് കാണുന്നുണ്ട്, അവർ പറഞ്ഞു. നമ്മുടെ സർവകലാശാലകളിലേക്ക് വിദേശ വിദ്യാർത്ഥികളെയും H1B വിസക്കാരെയും കൊണ്ടുവരുന്നത് നിർത്താൻ മറ്റൊരാൾ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അടുത്തിടെ ജോർജിയയിൽ ഇന്ത്യൻ അമേരിക്കൻ കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിൽ വിമർശനവുമായി മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ അഥവാ മാഗ വിഭാഗം രംഗത്ത് എത്തിയിരുന്നു. ജോർജിയയിലെ ഫോർസിത്ത് കൗണ്ടിയിലുള്ള പ്രാദേശിക ജോലികളിലും ഹൗസിംഗ് മാർക്കറ്റുകളിലും സ്കൂളുകളിലും ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ മേധാവിത്വമാണെന്നും ഇതിന് കാരണം H1B വിസ പ്രോഗ്രാം ആണെന്നുമായിരുന്നു എക്സിലൂടെയുള്ള ആരോപണം. പോസ്റ്റിൽ ഇന്ത്യക്കാർ അമേരിക്കൻ തൊഴിലാളികളുടെയും ബിരുദധാരികളുടെയും ജോലി തട്ടിയെടുക്കുന്നു എന്ന് മാത്രമല്ല, വീടുകളെല്ലാം വാങ്ങിക്കൂട്ടുകയും അതുവഴി വീടുകളുടെ വിലയും ഇൻഷുറൻസ് നിരക്കും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുവെന്നും ആരോപിച്ചിരുന്നു.